കുക്കിംഗ് ഫോർമുലയുടെ ഒരു ഓണം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഭവം ഓണസദ്യയിൽ വിളമ്പാൻ പറ്റിയ ഒരു കായയും അച്ചിങ്ങയും കൂടെയുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ നമ്മുടെ സാധാരണ ഓണസദ്യയിലെ വിഭവങ്ങളായ സാമ്പാറിൻ്റെയും കാളൻ്റെയും എരിശ്ശേരിയുടെയും ഓലൻ്റെയൊക്കെ ഇടയിൽ ഈ ഒരു മെഴുക്കുവരട്ടി കൂടി ഉണ്ടെങ്കിൽ രുചി കൂടും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് അധികം കുഴഞ്ഞു പോകാത്ത ഈ മെഴുക്കുവരട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ മെഴുക്കുവരട്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അച്ചിങ്ങയും ഒരു നേന്ത്രക്കായുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അച്ചിങ്ങ ഏകദേശം ഒരു 1/4 കിലോളം കാണും. ഞാൻ 2 അറ്റമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് നല്ലോണം കഴുകി ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഒരു നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള കായ ആയതുകൊണ്ട് ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 എണ്ണം വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ചേന ചേർക്കണമെങ്കിൽ അങ്ങനെ. ഇത് 3ഉം കൂടെ ആയിട്ടുള്ളൊരു കോമ്പിനേഷനും നല്ലതാണ്. നമുക്കിഷ്ടമുള്ള അനുസരിച്ചിട്ട് എല്ലാത്തിൻ്റെ അളവ് തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് അച്ചിങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു വിഭവം തന്നെയാണ്. എന്നാലും ഞാനിതൊന്ന് ചെയ്യുന്നേ ഉള്ളൂ. കാരണം പലരും പറയാറുണ്ട് മെഴുക്കുവരട്ടി തയ്യാറാക്കുമ്പോൾ കുഴഞ്ഞു പോകുന്നു, നന്നായിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അച്ചിങ്ങ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അച്ചിങ്ങ ഇത്രയുണ്ട്. ഇത് നമ്മൾ വേവിക്കാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത കായാണ്. കായയുടെ തൊലിയൊക്കെ കട്ട് ചെയ്ത ശേഷം നമുക്കിത് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചില കായയുടെ തൊലി നമ്മളിങ്ങനെ വലിക്കുമ്പോൾ തന്നെ അതിങ്ങനെ ചീകി വരും. അപ്പോൾ ഇതൊന്നും അങ്ങനെ വരുന്ന തരം കായല്ല. അപ്പോൾ നമുക്കിതുപോലെ ചെത്തി കളയാം. ഇനിയിപ്പോൾ ഇതിനെ കായയുടെ വലിപ്പം അനുസരിച്ചിട്ട് 4ഓ 6ഓ ആക്കിയ ശേഷം ഒരുപാട് കനത്തിൽ വേണ്ട, എന്നാൽ തീരെ തിന്നായിട്ടും വേണ്ട, ആ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കായയിൽ നന്നായിട്ട് കറയുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും കായ വെള്ളത്തിലേക്ക് വേണം അരിഞ്ഞിടാനായിട്ട്. എന്നിട്ട് കഴുകിയിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അല്ലാതെ ആദ്യമേ കായ കഴുകിയ ശേഷം ബാക്കിയുള്ള വെജിറ്റബിൾസ് പോലെ ചെയ്യരുത്. അപ്പോൾ ഇത് ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് ഒലച്ച് നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ കായ ഞാനിവിടെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കായ അച്ചിങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കായ അതിൻ്റെ മുകളിലേക്ക് തന്നെ ഇടുകയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒരുപാട് കൂടരുത്. ഇത് വെന്ത് കിട്ടിയാൽ മതി. രണ്ടും ഒരുപാട് വേവൊന്നുമില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള അച്ചിങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുപോലെ കായയുടെ കാര്യം അറിയാമല്ലോ, അധികം വേവൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് എടുക്കുക. ഒരുപാട് വെള്ളം കൂടുമ്പോഴാണ് ഇത് കുഴഞ്ഞു പോകുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം മതി. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഒരു തിള വന്ന ശേഷം ഇത് നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കൂടെ ഒന്ന് വറ്റാനായിട്ടുണ്ട്. പിന്നെ ഇത് മുഴുവനായിട്ട് അങ്ങ് വേവിച്ചെടുക്കരുത്. വെള്ളം കൂടുകയും ഒരുപാട് കൂടുതൽ സമയം വെച്ച് വേവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇത് കുഴഞ്ഞു പോകുന്നത്. ഇതിപ്പോൾ കുറച്ച് ചെറിയ ഉള്ളിയും വറ്റൽമുളകുമാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അപ്പോൾ എൻ്റെ ചില്ലി ഫ്ലേക്സ് തീർന്നിരിക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ വറ്റൽമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ചെറിയ ഉള്ളിയും വറ്റൽമുളകും കൂടെ മിക്സിയിൽ ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ കായ അച്ചിങ്ങയൊക്കെ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ഒരു കാസ്റ്റ് അയണിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. മെഴുക്ക് പുരട്ടി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിൽ പാകം ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഇതുപോലെ കാസ്റ്റ് അയണിൻ്റെ ചട്ടിയോ ഒക്കെ ആയിരിക്കും കൂടുതൽ നല്ലത്. നോൺ സ്റ്റിക്കിനേക്കാളും കുറച്ചും കൂടെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടാനും ടേസ്റ്റ് കൂടാനും എപ്പോഴും അയണിൻ്റെ സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് മെഴുക്ക് പുരട്ടി തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും മുളകും കൂടെ ഇതിലേക്ക് ചേർക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഇതിൽ കിടപ്പുണ്ട്, അത് കുഴപ്പമില്ല, അത് ഇതിൽ കിടന്ന് വറ്റിക്കോളും. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. അതിനുശേഷം ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഇത് മൊരിയിച്ചെടുക്കണം. ഇതിപ്പോൾ നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് ഇടയ്ക്ക് തുറന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എപ്പോഴും തീ ചെറുതാക്കി തന്നെ ഇടുക. അപ്പോൾ ആ ചെറിയ തീ കിടന്ന് മൊരിയുമ്പോഴാണ് ഈ മെഴുക്ക് പുരട്ടിക്ക് നല്ല ടേസ്റ്റ്.
ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കൂടുതലായിട്ടുണ്ട്. നമ്മുടെ മെഴുക്ക് പുരട്ടി ചെറിയ രീതിയിലൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം കൂടി ഇതേപോലെ തീയിലിട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് വരും. ചിലർക്ക് ഇത് കുറച്ച് സോഫ്റ്റായിട്ട് കഴിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അതൊരു നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിത് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല രുചികരമായിട്ടുള്ള കായയും അച്ചിങ്ങയും കൂടിയുള്ള മെഴുക്ക് പുരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് എല്ലാവരും ഇത് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്